നമ്മൾ ടെക്സ്റ്റൊക്കെ മേടിച്ചു അണ്ണേ കാണിക്ക്. അങ്ങനെ ഞങ്ങൾ പോക്കറ്റ് കീറി പോക്കറ്റ് കാലിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പം മോനുകുട്ടന് പൊന്നൂസിനും കൂടി ടെക്സ്റ്റ് മാത്രം 15,300 രൂപ, 7,000 സംതിങ് രൂപയായി. ഇവനും പൊന്നൂസിനും അതേ 7,000 സംതിങ് രൂപ തന്നെയായി കേട്ടോ. ഞാനും അണ്ണനും പറയും, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 590 രൂപ എങ്ങാണ്ട പുസ്തകത്തിന് കേട്ടോ. അവിടെ സ്റ്റോറിൽ പുസ്തകം കിട്ടും. നമ്മളിവിടെ സെങ്കുറേറ്റിലാണ് പഠിച്ചത്. അപ്പോൾ 590 രൂപ പുസ്തകം. അങ്ങനെ അമ്മയോട് പോയപ്പോൾ അമ്മ പുസ്തകത്തിനെല്ലാം കൂടെ 590 രൂപയാവും കേട്ടോ. അപ്പോൾ അമ്മ പറയാം, സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് 590 രൂപയോ എന്നിങ്ങനെ പറയായിരുന്നു. കാരണം നമ്മുടെ ഇനി അങ്ങോട്ട് കൂടുവോ, ഫീസ് കൂടി, എല്ലാം കൂടി. അപ്പോൾ എവിടെ ചെന്നാ നിൽക്കുക അറിയത്തില്ല. കോട്ടിട്ടോ സെറ്റ്. ഇനി മോനുകുട്ടൻ്റെ ടൈ നമ്മൾ സ്കൂളിൽ നിന്ന് മേടിച്ച് അതുകൂടെ ഇടുമ്പം സെറ്റായി. അവിടെ കഴിഞ്ഞ വട്ടം ഇവിടുന്ന് മേടിച്ച കോട്ട് ഭയങ്കര വലുതായിരുന്നു. നമ്മുടെ മോനുകുട്ടനെ ഭയങ്കര പാട് കേട്ടോ. അവനങ്ങോട്ട് ബോക്സ് സെറ്റ് ആവുന്നില്ല. അന്ന കുറേ നേരമായി. ഇനി നോക്കും മോനെ, അത്താടെ കൊടുക്കുക, അത്ത ക്വാളിറ്റി നോക്കട്ടെ. മോനുകുട്ടനെ നമ്മൾ ആദ്യം എടുത്ത ബാഗ് അണ്ണന് ഇഷ്ടപ്പെട്ടു, അങ്ങനെ അത് എടുത്തു കേട്ടോ. സ്നാക്സ് ബോക്സ് നിൽക്കുക, അമ്മച്ചി നോക്കട്ടെ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സ്കൂള് തുറക്കുന്ന തിരക്കും ബഹളവും ഒക്കെയാണ് ഇനി അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും അല്ലേ. അപ്പം ഞങ്ങൾക്ക് മാതാപിതാക്കൾക്കും നമ്മുടെ കുഞ്ഞിക്കുരുന്നുകൾക്കും അവർക്കും 2 മാസം പോയത് അറിയില്ലല്ലോ. അപ്പം ഏപ്രിൽ സത്യം പറഞ്ഞാൽ കൂട്ടണ്ട. ഈ മെയ് എന്തായാലും ഈ 1 മാസം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളൊരു സമയമുള്ളൂ. മെയ് ആകുമ്പോൾ ട്യൂഷൻ തുടങ്ങുന്നുണ്ട്. പിന്നെ പുസ്തകം 2 മാസം ആയിരുന്നു, വെക്കേഷൻ ആയിരുന്നു. ഇതിപ്പം 2 മാസം കഴിഞ്ഞുള്ള പഠിത്തമൊക്കെ മതി. ഇതിപ്പം അങ്ങനല്ല. മെയ് ആകുമ്പോഴത്തേക്കും ട്യൂഷനുകൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ സ്കൂളിൽ പുസ്തകങ്ങൾ കൊടുത്തു തുടങ്ങുന്നുണ്ട്. അത് വാങ്ങണം, യൂണിഫോം എല്ലാം റെഡിയാക്കി എല്ലാവരും വെക്കും. ആ 1 മാസം അതുകൊണ്ട് സ്കൂൾ ഉള്ളതുപോലെയൊക്കെ തന്നെയാണ്. അപ്പം അതെ തിരക്കാണ്. അപ്പം ബാധ്യതകളും പ്രശ്നങ്ങളും ടെൻഷനും കാര്യമാണ്. എനിക്ക് അറിയത്തില്ല ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളിപ്പം 2ാം തീയതി തൊട്ടേ ഇവരുടെ സ്കൂളിൽ ടെക്സ്റ്റ് ഒക്കെ കൊടുത്തു തുടങ്ങി. അപ്പം ഞങ്ങൾ ഇതുവരെ മേടിച്ചില്ല. അപ്പം ഞാൻ ഇവൻ്റെ മോനുകുട്ടൻ്റെ പിന്നെ കൂടെ പഠിച്ചവരൊക്കെ ടെക്സ്റ്റ് മേടിച്ച് അവരുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു. പൊന്നൂസിൻ്റെ കൂട്ടുകാരുടെ അമ്മയോടൊക്കെ വിളിച്ച് ചോദിച്ച് ബഡ്ജറ്റൊക്കെ ഏകദേശം അറിഞ്ഞ് വെച്ച് എന്നിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഈ ട്യൂഷന് പോകുന്നതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ തുറപ്പും കാര്യവും ഷോപ്പിങ്ങും കാര്യമൊക്കെയാണ്. അപ്പോൾ എല്ലാം ഇന്നല്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് ബുക്കും യൂണിഫോമും മാത്രമേ മേടിക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഇന്ന് വേറെ അമ്മയുടെ വീട്ടിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് നിർത്തിയിട്ട് പിന്നെ വേറൊരു ദിവസം ബാഗും നമുക്ക് ബട്ടർ ബോട്ടിലും അതുപോലെ ലഞ്ച് ബോക്സൊക്കെ മേടിക്കാൻ പോകുന്നത് ഞാൻ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഇന്ന് എടുത്തിട്ട് ഈ വീഡിയോ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാവേ. അതിന് പിന്നെ ബാഗൊക്കെ മേടിക്കാൻ വലിയ താമസമൊന്നുമില്ല, ഒരു ദിവസത്തെ മെനക്കേടല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് പുസ്തകം മേടിച്ചിട്ട് നോക്കാം എത്ര രൂപയായെന്നൊക്കെ ഞാൻ നിങ്ങളുടെ പറയാൻ സത്യസന്ധമായിട്ട് കേട്ടോ. എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല. ഇവരെയൊക്കെ പഠിച്ച് വളർത്തി വലുതാക്കാൻ നമ്മൾ എന്തൊക്കെ പാടുപെടണം. പിന്നെ ഫോൺ ഭയങ്കര വെയിൽ കേട്ടോ. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. ഞങ്ങളുടെ പുനലൂർ ആണ് കൂടുതലേ. മോഹൻലാൽ ഇരിക്കുന്നുണ്ട് മേളിൽ. ഇങ്ങനെ നമ്മൾ ഈ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം എത്രയാണേ? 1:20 ആയിട്ടുണ്ട്. കാരണം ഇനി അവർ കഴിക്കാൻ കയറിയോ ഇല്ല എന്നൊന്നും അറിയത്തില്ല. ഇനി കഴിക്കാൻ കയറി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് കഴിഞ്ഞ് നമ്മുടെ പൊന്നൂസ് എന്തായെന്ന് നിങ്ങൾ ചോദിക്കും. പൊന്നൂസ് അവിടെ പോയി ഡാൻസ് ക്ലാസ്സിന് പോയേക്കുക. ഇപ്പോൾ പൊന്നൂസിനെ നമ്മൾ പുസ്തകമൊക്കെ മേടിച്ചിട്ട് വിളിക്കണം. 2 മണിയാകുമ്പോൾ അവളുടെ ഡാൻസ് കഴിയും. ഇപ്പം നമ്മൾ 1:15 ആയിട്ടുണ്ട്. ആണ് മോനുകുട്ടൻ വായി തുറന്നിരിക്കുക. അവന് ഡാൻസിലൊന്നുമില്ല. സ്കൂളെത്തി നമ്മുടെ മോനുകുട്ട കോട്ടും ഒക്കെ ഇട്ട് റെഡി ആവുകയാണ്. ഇവനാവുന്ന ഇടുന്ന ഇഷ്ടമല്ല. അവനിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണം. ബനീനൊക്കെ ഇട്ട് കണ്ടോ, സ്റ്റൈലായിട്ട് വാ. സ്റ്റൈൽ. ആ ശരി. ഞാനിങ്ങനെ നേരത്തെ ഇറങ്ങി കേട്ടോ. സൈഡ് ചേർത്ത് എണ്ണ ഇല്ലെങ്കിൽ ഡോർ തുറക്കാൻ പറ്റൂല. അണ്ണ ഇനി തൊപ്പിയൊക്കെ പൊക്കി തടഞ്ഞ് വരിക. തൊപ്പിയില്ലാതെ പുള്ളി വെളിയിറങ്ങൂല കേട്ടോ. മുടിയില്ലാത്തതിൻ്റെ വിഷമമാണ് ഫ്രണ്ട്സ്. പണ്ടൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും മുടി വെക്കുമായിരുന്നു. കോട്ടിട്ടേ ക്ലാസ്. പക്ഷെ നമ്മളിപ്പോൾ ടെക്സ്റ്റ് മേടിക്കാൻ പോയില്ലയോ.
അതിന് നമ്മൾ ഓഫീസിൽ പോകണം. അവൻ അവൻ്റെ ക്ലാസ്സിലേക്ക് ഓടുന്നു. ഓഫീസിന് മുമ്പിൽ പോസ്റ്റ് ആയിരിക്കുകയാണ് അത്തച്ചിയും മോനെ. അകത്തെ ആളുണ്ട് കേട്ടോ. അപ്പോൾ അവരിറങ്ങിയാലല്ലേ നമുക്ക് കയറാൻ പറ്റൂ. അപ്പം നമ്മൾ ഫീസ് കാർഡും പൈസയൊക്കെ അടച്ചു. ഇനി നമുക്ക് ടെക്സ്റ്റ് വാങ്ങാൻ വേണ്ടി അവിടെ ഒരു ക്ലാസ്സിലാട്ടോ. ആളും കയറി പോവാങ്ങ്. മോനൂട്ടാ എന്നാ മോനൂട്ടൻ്റെ ടെസ്റ്റ് എണ്ണം മേടിയിട്ട് ഞാൻ പൊന്നൂസിന് മേടിക്കാം. എല്ലാം ഉണ്ടോയെന്ന് നോക്കണേ. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇവർ വന്നില്ലെങ്കിൽ സ്കൂൾ തുറന്ന് തരാമെന്ന് പറയും. ഞാൻ എമ്മായി ഒഴിപ്പുക. ഹൗസ് യൂണിഫോം നമുക്ക് വേണ്ട. കാരണം പൊന്നൂസിൻ്റെയും മോനുക്കുട്ടൻ്റെയും അലക്കി തേച്ചത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് വേണ്ട കേട്ടോ. വെറുതെ പൈസ കളയണ്ടല്ലോ. അയ്യോ അവന് വെപ്രാളമാണ്. നമ്മൾ ടെക്സ്റ്റൊക്കെ മേടിച്ചു. അണ്ണേ കാണിക്ക്. അങ്ങനെ ഞങ്ങളുടെ പോക്കറ്റ് കീറി പോക്കറ്റ് കാലിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. ഭയങ്കര വില ഫ്രണ്ട്സ്. ഞാൻ പറയാമേ, കാറി കയറട്ടെ. ഭയങ്കര വെയിൽ. ഇനി നമുക്ക് പൊന്നൂസിനെ വിളിക്കാനുള്ള സമയമായി. അത് വിളിച്ചിട്ട് വേണം നമുക്ക് യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനായി. അണ്ണാ വണ്ടി ഫ്രണ്ടിലോട്ട് ഇടും, എന്നിട്ട് ഞാൻ കയറാം. അപ്പം നമ്മുടെ ടെക്സ്റ്റിന് ഞാൻ നോട്ട്ബുക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഫ്രണ്ട്സ്. ടെക്സ്റ്റ് മാത്രം വാങ്ങിച്ചു. നോട്ട്ബുക്ക് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വെച്ചാൽ, കാരണം ചെറുതാണ് കിട്ടുന്നത്. അപ്പം ഓണത്തിന് മുമ്പ് അതങ്ങ് കഴിയും. അപ്പോൾ വലുത് മേടിച്ചാൽ നമുക്ക് കുറച്ച് നാൾ നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മേടിക്കാത്തത്. അപ്പം മോനുകുട്ടന് പൊന്നൂസിനും കൂടി ടെക്സ്റ്റ് മാത്രം 15,300 രൂപ, 7,000 സംതിങ് രൂപയായി. ഇവനും പൊന്നൂസിനും അതേ 7,000 സംതിങ് രൂപ തന്നെയായി കേട്ടോ. ഞാനും അണ്ണനും പറയും, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 590 രൂപ എങ്ങാണ്ട പുസ്തകത്തിന് കേട്ടോ. അവിടെ സ്റ്റോറിൽ പുസ്തകം കിട്ടും. നമ്മളിവിടെ സെങ്കുറേറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ 590 രൂപ പുസ്തകം. അങ്ങനെ അമ്മയോട് പോയപ്പോൾ അമ്മ പുസ്തകത്തിനെല്ലാം കൂടെ 590 രൂപയാവും കേട്ടോ. അപ്പോൾ അമ്മ പറയാം, സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് 590 രൂപയോ എന്നിങ്ങനെ പറയായിരുന്നു. കാരണം നമ്മുടെ ഇനി അങ്ങോട്ട് കൂടുമോ, ഫീസ് കൂടി, എല്ലാം കൂടി. അപ്പം നമ്മുടെ ആ കാലഘട്ടത്തേക്ക് 590 രൂപ നമുക്ക് വലിയ ഇതാ. നമ്മൾ കുറച്ച് നമ്മുടെ മക്കൾ നല്ല ഇതായി പഠിക്കണമെന്ന് കരുതിയാണ് നമ്മൾ CBSE കുറച്ച് ഇംഗ്ലീഷ് നല്ല ഇതാവട്ടെ. 400 രൂപ ഇവന് ഫീസ് ഒറ്റയടിക്ക് കൂടി. അപ്പം പൊന്നൂസിന് 200 രൂപ കൂടി. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കുള്ള കുഴപ്പം ഇതാണ്. ടെക്സ്റ്റിൻ്റെ ഒക്കെ വില നമുക്ക് ഊഹിക്കാൻ പറ്റുമോ ഇത്രയും പൈസ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പുസ്തകം മേടിച്ചിട്ടില്ല. കഴിഞ്ഞ വട്ടം 6,900 രൂപയായി. ഇവിടെ 7,000 സംതിങ്. എവിടെ ചെന്നാണ് നിൽക്കുക അറിയത്തില്ല. അപ്പം എന്നമ്മേ ഇനി നമുക്ക് യൂണിഫോം മേടിക്കണം. അന്നേരം പൊന്നൂസിനെ വിളിച്ചിട്ട് നമുക്ക് പോയി യൂണിഫോം മേടിക്കാം. അപ്പോഴത്തേ നമ്മുടെ പൊന്നൂസിൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടെ എത്തി. ഞാൻ പോയി പൊന്നൂസിനെ വിളിച്ചുകൊണ്ട് വരാം. അയ്യോ അപ്പം അത്ത ഇന്ന് പറഞ്ഞു ഇന്ന് ഫ്രീയാ, നമുക്ക് ഇന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മളിന്ന് പോകുന്നു. ഇതുകൊണ്ട് കാർ വേറെ വണ്ടി വരുന്നു. ഇങ്ങോട്ട് മാറുന്നടാ. അയ്യോ അതുകൊണ്ട് കമന്ന് നടക്കുന്നു. അവിടെ വെച്ചേ പൊന്നു എല്ലാം പോവും. പൊന്നൂസിന്റെ ഒരു കവറില് മോനുകുട്ടന്റെ ഒരു കവറില് 2 പേരുടെയും ടെക്സ്റ്റ് ഉണ്ട്. അതെടുത്ത് അലമ്പാക്കല്ലേ. ഇനി പൊതിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാം. ഇത് വലിയ പിള്ളേരുടെ ഭയങ്കര കുഞ്ഞു ഷർട്ട് പോലും. ഇത് വലുതായിരിക്കും പാൻറ്. നമ്മൾ യൂണിഫോം പാൻറ് മോനോട്ടൊരു ഈ വട്ടം പാൻറ്റും ഷർട്ടും കോട്ടും ആണ്. നേരത്തെ ഷർട്ടിൽ കോട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. മോനോട്ട് അടുത്തോട്ട് പോയി നിൽക്കുക ചേച്ചിയുടെ. ഇങ്ങോട്ട് അത്ത വെച്ച് നോക്കും. അവിടോട്ട് നിൽക്കി. വെച്ച് നോക്ക്. അത് മതി എന്നാ ഇട്ട് നോക്കണ്ടേ? ശരിയാ, ഇളിവണ്ണം നോക്കണ്ടേ? കേറ് നിക്ക് മോനെ അതിനകത്തോട്ട്. കോട്ട് മാത്രം ഊരിയാതി. അതതി കിടന്നോട്ടെ, കുഴപ്പമില്ല. ഒരുമിച്ചിട്ട് നോക്കാനാ. ഇട്ടോട്ടെ, കുഴപ്പമില്ല. ഇട്ട്
ആ ഇത് മതി, പാൻറ് ഇത് മതി കേട്ടോ. ഒരുപാടായാലും മടക്കി വെക്കേണ്ടതൊക്കെ വരും, വൃത്തിയിടല്ലേ. ആ അപ്പൊ കുഴപ്പമില്ല. ആ ഇതിൽ വണ്ണവും കുഴപ്പമില്ല. അണ്ണേ ഇടണ്ണേ, നോക്കാം, ഇട്ട് നോക്കാം, ഒരു ഫോട്ടോ എടുക്കാം. ആ അത് മതി, അത് മതി. ആ അതെ, ഇല്ലീടം ഇൻഷർട്ട് ചെയ്തോണ്ണേ. കോട്ടിട്ടോ. ആ സെറ്റ്. ഇനി മോനുകുട്ടൻ്റെ ടൈ നമ്മൾ സ്കൂളിൽ നിന്ന് മേടിച്ച് അതുകൊണ്ട് ഇടുമ്പം സെറ്റായി. കുഴപ്പമില്ല. നോക്കട്ടെ പൊന്നു, തിരിഞ്ഞ് അണ്ണ അഴിക്കൊല്ലോ ഉണ്ടോ നോക്കുക കേട്ടോ. ആ 26 ചേച്ചി. 2 പാൻറ് 2 ഷർട്ട് 2 കോട്ട്, അത് മതി. അങ്ങനെ അതെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാം ആ അത് മതി തന്നെ, നമുക്ക് അറിയാമല്ലോ, അളവ് അറിയാമല്ലോ, അപ്പൊ നമുക്ക് എടുക്കാം. ആ അത് വേറെ, ആ ഡ്രസ്സ് വേറെ ചേച്ചി. അങ്ങനെ ഞാൻ ഇവരെയും കൊണ്ട് കാറിൽ കയറുന്നു. ഇവര് അവിടെ കിടന്ന് ബഹളമാണ് കേട്ടോ. അതുമല്ല യൂണിഫോം ഒക്കെ മേടിക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി ആളാകുമ്പോഴത്തേക്കും പ്രശ്നമല്ല. അപ്പം അണ്ണൻ പറഞ്ഞ് കാർ ഓൺ ചെയ്ത് തരാൻ, കയറിയിരുന്നോളാം. അങ്ങനെ ഭയങ്കര ചൂടിനകത്ത് കയറിയിരുന്നപ്പം. അപ്പോൾ എന്താ ഇനി നമുക്ക് അടുത്ത ബാഗും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ മുത്തുമണീസ്. എന്നിട്ട് ഒരു വീഡിയോ ആക്കണം മുത്തുമണീസ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റും യൂണിഫോം ഒക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച ഇല്ലയുണ്ടേ, 2 ആഴ്ച അടുപ്പിച്ചായി. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമുക്ക് ബാഗും പിന്നെ എറൈസറൊക്കെ മേടിക്കാൻ വന്നത്. അപ്പം ഞാൻ പൊന്നൂസനെയും മോനുകുട്ടൻ്റെയും ട്യൂഷൻ ബാഗ് എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു വരുമ്പോൾ അവരെ ട്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം മഴയൊന്നും ഇല്ലാത്തൊരു സമയം നോക്കി ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. സമയം ഒരു 3-3:15 ആയി. അപ്പോൾ ബാഗ് മേടിക്കുന്ന കാര്യം ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ പൊന്നൂസ് ബാഗ് കഴിഞ്ഞ വട്ടം എടുത്ത് നല്ല ബാഗായിരുന്നു, പക്ഷേ എങ്കിലും പിങ്ക് കളറൊക്കെ നോക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വട്ടം ഞാൻ പറഞ്ഞു നമ്മൾ തുണി, കാരണം വെച്ചാൽ ഇവർക്ക് വെയിറ്റ് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് കീറാത്ത ബാഗ്, അങ്ങനെ ക്വാളിറ്റി നോക്കി എടുക്കണമല്ലോ. ഇവര് കുഞ്ഞുങ്ങളെപ്പോഴും കളർ നോക്കിയല്ലേ എടുക്കും. അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പോവാണ്. സ്പൈഡർമാന്റെ പടവും സൂപ്പർമാന്റെ പടമൊക്കെ ഉള്ളതാണ് എടുക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ബാഗ് അത്തച്ചും അമ്മച്ചി എടുക്കും, എറൈസറും കട്ടറോ സ്കെയിലോ അതുപോലെ മറ്റേ ബോക്സ് പെട്ടി. അമ്മ പറഞ്ഞേക്കുന്ന വാട്ടർ ബോട്ടിലും എറൈസറും പിന്നെ ബോക്സും പിന്നെ സ്കെയിലും അങ്ങനത്തെ കാര്യങ്ങൾ മേടിച്ചോ, ബാഗ് അമ്മച്ചി മേടിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഓക്കെ സമ്മതിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ് അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഞാൻ ബാഗ് തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം ഓക്കെ സമ്മതിച്ചല്ലോ. ഈ വരയില് ബാഗ് ആകും, വലിയ കാലിക്കാലും. അപ്പം നമ്മൾ ഇന്നാൾക്ക് നമ്മള് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ വേറിയ കടയിൽ ഇവര് കുറെ എറൈസറൊക്കെ കണ്ടു. അപ്പൊ അവർക്ക് അത് അവിടുന്ന് മതിയെന്ന് എറൈസറും കട്ടറൊക്കെ. അപ്പൊ അത് അത്താക്ക് വലിയ വിലയില്ലെന്ന്, അതുകൊണ്ട് അത്താക്ക് അത് വിലയില്ല, കുഴപ്പമില്ല. ഇപ്പൊ ബാഗ് അവിടെ നല്ല മേടിക്കുന്നത്, അവിടെ ഈ മറ്റേ അല്ലാത്ത ബാഗുകളാണ്. ബാഗ് നമ്മൾ ക്വാളിറ്റി ഉള്ള മേടിക്കും. പിന്നെ ഇവർക്ക് കട്ടറും ഇതൊക്കെ അവരുടെ ഇഷ്ടത്തിന് മേടിച്ചോട്ടെ. അപ്പൊ നമുക്ക് കടയിലോട്ട്. മഴ മാറിയ ഒരു അന്തരീക്ഷം കണ്ടു ഫ്രണ്ട്സ്. കുറച്ച് മുമ്പും ചെറുതായിട്ടൊന്ന് ചാറിയില്ലേ, ചെറിയതായിട്ട്. അങ്ങനെയാണ്. എന്താണ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഗോകുലാൻഡിൽ പോയപ്പോ ആദ്യം ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞങ്ങള് കൊറേ വട്ടം പ്രാർത്ഥിച്ചപ്പോ അവിടെ എത്തിയപ്പോ അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇത് മോനൊക്കെ ഇടിച്ചതാട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കട്ടിലേക്കാണ് ഗുസ്തി പറഞ്ഞപ്പോ ഒരു ഇടി കൊടുത്ത്. അതാണ് ഇതായത്. ഓയിൽമെന്റ് പരത്തുന്നുണ്ട്. നമ്മള് കടയിലെത്തി. അവിടെ സ്ഥലമില്ല. അപ്പൊ അണ്ണ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് കയറാം. ഓട്ടോക്കറി ഇങ്ങോട്ട് വാടാ. ഭയങ്കര തിരക്കാണ്. ശരി, ഇവർ ആഗ്രഹിച്ചല്ലേ ഇവിടുത്തെ വെറൈറ്റി റൈസർ അങ്ങനെ കണ്ടെന്ന് ഒരു ദിവസം. എടുത്തോ ഭയങ്കര ജനങ്ങള്. ഇതൊക്കെയാണോ എറൈസർ? അയ്യോ മോനുകുട്ടനോ? ഓക്കെ മോനുകുട്ടനോ?
അവൻ അങ്ങനെ കൊറേ എടുത്ത് പൊന്നു ബോക്സ് ഒക്കെ എടുക്ക്. ഈ എറേസറും കട്ടറും മാത്രമേ ബോക്സ് ഒക്കെ എടുക്ക്. സമയമില്ല. വാ പോവാ. നോക്കട്ടെ. പൊന്നൂസിന് ഇതേ ഇത് മതി. ഇത് കൊള്ളാം. ഇതുപോലെ നല്ല ഒരെണ്ണം എടുക്കും മോനുകുട്ടൻ. അവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന്. നീ ഒന്ന് വരവി നോക്ക്. അതുകൊണ്ട് മോനുകുട്ട അച്ഛ ഒരെണ്ണം എടുത്ത്. അയ്യോ അവനത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇവരുടെ ഇഷ്ടം നോക്കണ്ടായിരുന്നു. നമ്മുടെ മോനുകുട്ടനെ ഭയങ്കര പാട് കേട്ടോ. അവനങ്ങോട്ട് ബോക്സ് സെറ്റ് ആവുന്നില്ല. അന്ന കുറേ നേരമായി. സാധനങ്ങളെല്ലാം അവിടെ ഭയങ്കര ക്യൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് അന്ന് ഗിഫ്റ്റ് മേടിക്കാൻ വന്നപ്പോൾ ഉള്ള ബോക്സും സാധനമൊന്നും ഇല്ല. പിന്നെ കയറിയതിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അവിടെ തന്നെ ഞാൻ ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ. അപ്പോൾ ഇവർക്ക് ട്യൂഷൻ പോകാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇതിവിടെ വെക്കുമോ, കാരണം വെച്ചാൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം വൈകിട്ട് വന്നെന്നാൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ എടുത്തതും കൂടെ പോത്തില്ല, കാരണം അത്രയും തിരക്ക്. അങ്ങനെ അവരതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗ് മേടിച്ച് വരെ ട്യൂഷനൊക്കെ ഇട്ടിട്ട് അവിടെ ആൾ കുറയുമ്പോഴേ ബില്ലടിക്കാൻ പറ്റും, കാരണം അത്രയും തിരക്ക്. ഇനി സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും ആൾ കുറയും. പിന്നെ നമ്മൾ വണ്ടി ഇടാൻ സ്ഥലമില്ലാതെ വണ്ടി ഇവിടെ ഇട്ടിട്ട് വണ്ടിയുടെ ബാക്കിൽ ആരോ ഉരച്ചുകൊണ്ട് പോയി. അന്നെന്താ അതിൻ്റെ ടെൻഷനും വിഷമത്തിലും. എന്താ ചെയ്യാനാ. അപ്പം ഇനി അടുത്ത കടയിൽ പോവാം. ഇനി ബാഗ് മേടിക്കണം. ആ അണ്ണൻ്റെ അക്കാടെ മോനാട്ടോ. അവരിവിടെ ഒരു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അതാ പറഞ്ഞ് ഭയങ്കര തിരക്ക്. യോ അത്രയും ആൾക്കാരുടെ പുഴുങ്ങി പോയി. അയ്യാ നമ്മള് ഇവരുടെ ബാഗും കുടയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടുന്ന് തന്നെ മേടിക്കൂന്നൊന്നും പറയാൻ പറ്റൂല, കാരണം ഇവിടെ കമ്പനി സാധനമാണ്. നമുക്ക് വിലയൊക്കെ നോക്കാം. ആ കുഞ്ഞവിടെ വെച്ചേരെ, അവിടെ വെച്ചേരെ. ബാ നമുക്ക് അകത്ത് പോയി നോക്കാം. കൊള്ളാമോ? നീ നോക്കും മോനെ, അത്താടെ കൊടുക്ക. അത്ത ക്വാളിറ്റി നോക്കട്ടെ. അകത്ത് വേറെ ബാഗ് നോക്കാം, എന്നിട്ട് ഇവിടെ വന്ന് നോക്കാം. അതവിടെ തൂക്കിയിട്ടേരെ. പെട്ടി. നീ ടൂർ പോവാണോ? അവൻ ടൂർ പോവാ, അവന് പെട്ടി മതിയോ? മോനുകുട്ടനെ നമ്മൾ ആദ്യം എടുത്ത ബാഗ് അണ്ണന് ഇഷ്ടപ്പെട്ടു, അങ്ങനെ അത് എടുത്തു കേട്ടോ. ഇഷ്ടപ്പെട്ടോ മോനുകുട്ടനെ? അടിപൊളിയല്ലയോ? ഇഷ്ടപ്പെട്ടോ? ആ ഇതിച്ച് സൈസ് വലുതാണ്. വിലയെന്ന് പറഞ്ഞാൽ 1600 രൂപയാണ് കേട്ടോ. ഭയങ്കര വില. അങ്ങോട്ട് എവിടെ നിന്നോ അമ്മച്ചി പോരാ. അതേ നമ്മുടെ പൊന്നൂസിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതാണോ പൊന്നൂസ്? യൂണിക്കോൺ ബാഗ് നോക്കട്ടെ. ആ ഇതിൻ്റെ വിലയിലും തലയിലെഴുത്തൊക്കെ പോയി ചോദിക്കാം. ബാഗിനൊക്കെ ഭയങ്കര വില കേട്ടോ. ഇച്ചി ക്വാളിറ്റി ബാഗ് നോക്കുമ്പോൾ 2100 രൂപയൊക്കെയാണ് പറയുന്നത്. ഭയങ്കര വില. ഇത് 1600. അതെത്ര? 990 ആ ബാഗ്. അപ്പം നമ്മുടെ പൊന്നൂസിന് മോനുകുട്ടനും കറിയൊക്കെ കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ 2 കുഞ്ഞി പാത്രം മേടിക്കാം. ഇത് വേണം. ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽ എടുക്കാം. മോനുകുട്ട ഒരിടത്ത് വെക്കത്. ഒത്തിരി ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പം കുറച്ച് വലിയ ബാഗ് വേണം. കഴിഞ്ഞ വട്ടം കൊണ്ടുപോയപ്പോൾ കണ്ടില്ലയോ, നിറച്ചും ടെക്സ്റ്റ് ഇല്ലായിരുന്നോ? അതൊക്കെ കുഞ്ഞുങ്ങൾ LKG UKG അങ്ങനെയൊക്കെ കൊണ്ടുവന്നെയാണ്. നീ വലിച്ചെടുക്കണ്ട. അത്ത ആ സ്പേസ് അനുസരിച്ചുള്ള നല്ലൊരു ബാഗ് എടുത്ത് തരും. അതൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. 3-4 ബുക്കൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിറയും. മക്കൾക്ക് തോന്നുന്നതാ. അതുമല്ല അതൊന്നും അത്രയും വെയിറ്റ് താങ്ങത്തില്ല. ഇതേ ലഞ്ച് ബോക്സ് ഞാൻ ഈ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. ലഞ്ച് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അണ്ണനെ കാണിച്ചപ്പം അണ്ണൻ പറഞ്ഞു ആ കൊള്ളാം, എടുക്കാൻ പറഞ്ഞു. പിന്നെ കറിയൊക്കെ കൊടുത്തിടാൻ വേണ്ടി 2 കുഞ്ഞി പാത്രം എടുത്തു. പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചില്ല, സ്നാക്സ് ബോക്സും മേടിച്ചില്ല. അത് ഇവിടെ തന്നെ വേറൊരു ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ മോനുകുട്ടനും പൊന്നൂസിനും ഒക്കെ ഷൂ എടുക്കുകയാണ്. മോനുകുട്ടൻ ആദ്യം എടുത്ത ഷൂ കുറച്ച് വലുതായിരുന്നു. പിന്നെ സൈസ് നോക്കി സ്കൂളിൽ ഓടയും ചാടയൊക്കെ ചെയ്യുമ്പോൾ വലുതാണെങ്കിൽ ഊരി പോകുമല്ലോ. അങ്ങനെ പാകത്തിനുള്ള ഷൂ ഒക്കെ മേടിച്ചു. ഇനി നമുക്ക് നേരെ അടുത്ത കടയിലോട്ട് പോകണം. അപ്പോഴത്തേക്കും ദേ സാധനങ്ങൾ ബാഗും എല്ലാം പാക്ക് ചെയ്ത് അവർ വേറൊരു ബാഗിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട്. ഒന്നും ഇതും അവിടുന്ന് എടുത്ത്. പക്ഷേ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് മക്കൾക്ക് വെള്ളം ലഞ്ച് കഴിച്ചിട്ട് വെള്ളം മൊത്തം കൊള്ളത്തില്ല, ഇച്ചിരിയേ വെള്ളം വയ്ക്കാൻ പറ്റും. ഓ സ്നാക്സ് ബോക്സ് നിൽക്കുക. അമ്മച്ചി നോക്കട്ടെ വേറെ ഉണ്ടോയെന്ന് നോക്കേ, എന്നിട്ട് എടുക്കാം. 1 ലിറ്റർ വെള്ളം കൊള്ളും. പിന്നെ അതെ പൊന്നൂസിനൊന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ്. നമുക്ക് ഉറിഞ്ച് കുടിക്കുന്ന വേണമെന്ന്. അത് മതിയോ നിനക്ക്?
അവനത് മതി. സ്ട്രോ ഉണ്ടോ? അത് സ്ട്രോ ഉള്ളത് ഉള്ളോ? അപ്പം അത് മതി. മോൻകുട്ടാ നാണ്ട് അക്കച്ചി എടുത്ത് നോക്ക്, സ്ട്രോ ഉള്ളത്. സ്ട്രോ വേണ്ടായോ? സ്നാക്സ് ബോക്സ് നോക്കി എടുക്കും. 2 പേർക്കും ഒരുപോലത്തെ എടുക്കും. അല്ലെങ്കിൽ ദാണ്ട കുഞ്ഞിത്. എന്നാ ഇതെടുക്ക്. എന്നാ ഇത്. ഓ ശരി. ടിഫിൻ ബോക്സും നമ്മുടെ കുപ്പി എല്ലാം മേടിച്ചിട്ടുണ്ട്. അയ്യോ ഒരു പരുവായി കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കാറിനകത്തോട്ട് കയറാൻ പോവാണ്. ഇവരെ 2 പേരെയും ട്യൂഷൻ കൊണ്ടേ തട്ടാം നമുക്ക്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും മേടിച്ചു. അങ്ങനെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല, തല കറങ്ങുന്നില്ല. വിലയും കാര്യമൊക്കെ നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ, സ്റ്റീലിൻ്റെ ഒരു ബോട്ടിൽ തന്നെ എടുക്കുമ്പം ബോട്ടിലിനൊക്കെ 690 രൂപ. ലഞ്ച് ബോക്സ് ഒക്കെ എടുക്കുമ്പോൾ 900 രൂപയ്ക്കാണ് വില. ഭയങ്കര എന്താ പറയുക വിലയാണ്. എല്ലാം എന്തോ ചെയ്യാനല്ലാവേ എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് സത്യം പറഞ്ഞാൽ ലഞ്ച് ബോക്സ് എടുക്കുന്നോണ്ട് വെച്ചിട്ട് വില കൂടി എടുത്തു. നല്ലൊരു ലഞ്ച് ബോക്സ് എടുത്തത് സ്റ്റീലിന്റെ പാത്രം അഡ്ജസ്റ്റ് ചെയ്താണ് എടുത്തേനെ. പിന്നെ വെള്ളം നമുക്ക് പ്ലാസ്റ്റിക് കൊടുത്തുവിടണ്ട, സ്റ്റീലിന്റെ നല്ല കുപ്പി തന്നെ വേണമെന്ന് നല്ല കുപ്പി തന്നെ എടുത്ത്. പിന്നെ അതെ ഉള്ള പോലെ പറയണമല്ലോ. പിന്നെ ഞങ്ങൾ എടുത്തതെന്ന് വെച്ചാല് ബാഗ് നല്ല ക്വാളിറ്റി ഉള്ളത് വേണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് 1 വർഷം നീണ്ടു നിൽക്കണം. ബാഗിന് ഓരോ ബാഗിന്റെ ഒക്കെ വില നമുക്ക് ഇന്ന് ഇത് വേണോന്ന് കടക്കാരെ എടുത്തു തന്ന ബാഗിന്റെ വില 2222. 2 അതല്ല ഫുള്ള് ഇപ്പൊ പകുതി വെച്ചാൽ നമുക്ക് പുതിയ വേറെ ബാഗ് മേടിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ബാഗ് തന്നെ എടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള 3000 രൂപയ്ക്കൊക്കെ ബാഗ് ഉണ്ട്. അതിന്റെ വില നോക്കുമ്പോഴേ ഞാൻ പറയാൻ ഭാഗ്യത്തിന് മോനോട്ട് കേറിയപ്പോ തന്നെ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ബാഗിന് നല്ല വിലയായിരുന്നു. പിന്നെ അതങ്ങ് മേടിച്ച് സെലക്ട് ചെയ്ത് അങ്ങ് എടുത്ത്. അതുപോലെ മോനൂട്ടിന് മറ്റേ ബോക്സ് മേടിക്കാൻ കയറിപ്പിക്കും. എന്തെല്ലാം കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ അത് ഇനി വൈകിട്ട് മേടിക്കാം. അപ്പോൾ മുത്തുമണീസ് എന്തായാലും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വെയ്യ ഇനി ഇവരെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് ഇറക്കിയിട്ട് വിശ്രമിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മുത്തുമണീസ് ടാറ്റ പറ. മുത്തുമണീസ്. അപ്പോൾ ഞാൻ വൈൻഡപ്പൊക്കെ പറഞ്ഞ് പോയതാണ്. എന്നാലും എനിക്കെന്തോ നിങ്ങളുടെ അടുത്ത് നല്ലപോലെ സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ. കാരണം കടയിൽ അവിടെ ഇടയ്ക്ക് കയറി ക്ഷീണവും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളും അണ്ണനും ഒക്കെ ഉള്ളപ്പോൾ ഒരു മനസ്സ് തുറഞ്ഞ് സംസാരിക്കൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ അവരെ ട്യൂഷനൊക്കെ കൊണ്ടാക്കി നമ്മളിതേ നമ്മുടെ പുതിയ വീടിന് അങ്ങോട്ട് വന്നു. അപ്പോൾ അണ്ണ അകത്തോട്ട് പോയി. ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പം ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം എനിക്കെന്തോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണമെന്നൊരു ത്വര. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു. നമ്മുടെ ടെക്സ്റ്റ്, യൂണിഫോം ഒക്കെ നല്ലൊരു തുകയായി. അപ്പം നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മൾ യൂണിഫോമും ബാഗും ടെക്സ്റ്റും ഒക്കെ മേടിച്ചു. ടെക്സ്റ്റിൻ്റെ വില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മേടിച്ചപ്പം. കാരണം വെച്ചാൽ ഞാനും അണ്ണനും ഒക്കെ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അണ്ണ ഇപ്പം എൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ വരുമ്പോൾ പറയാണ്, ഞാനൊക്കെ പുതിയ പുസ്തകം മേടിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല സാലി. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഞാനിപ്പോൾ 5ലാണ് പഠിക്കുന്നെങ്കിൽ 6ൽ പഠിക്കുന്ന നമ്മുടെ അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ട്. അപ്പം അമ്മ പറയും അവരോട് ചോദിച്ച് വെച്ചോ നീ പുസ്തകം. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും ആർക്കും കൊടുക്കല്ലേ എനിക്ക് തരണേന്ന്. അപ്പോൾ ആ പുസ്തകം മേടിച്ച് നമ്മൾ പൊതിഞ്ഞ് അവർ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ചിലപ്പം ക്ലാസ്സിലൊക്കെ ഉത്തരവൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ചില പാഠത്തിൽ. അങ്ങനെയൊക്കെ വളർന്നു വന്നതാണ് ഞാനും ഷാദാനും. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കൊരാഗ്രഹം കാണുമല്ലോ, ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം അത്ര നല്ല പോലെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ മക്കൾക്ക് അതിൽ നന്നായിട്ട് കിട്ടണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യം അല്ല ഇപ്പം പഠിച്ചു ഞങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിന് ചിലവാക്കാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തൂടെ എന്നുള്ളൊരു ഇത് എല്ലാ മാതാപിതാക്കൾക്കും പോലെ നമുക്കുണ്ടല്ലോ. അപ്പം നമ്മൾ അവരെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കും. പിന്നെ അവർ കൊച്ചിലേ നല്ല ഇംഗ്ലീഷൊക്കെ നല്ല ഇതായിട്ട് സംസാരിക്കണം. നമ്മുടെ മുറി ഇംഗ്ലീഷ് പറഞ്ഞാൽ പോരല്ലോ, അവരിപ്പോൾ ഒരിടത്ത് ചെന്നാൽ നല്ല സ്ഫുടതയായിട്ട് സംസാരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ CBSE പോലുള്ളത് ചേർക്കുന്നത് കുഞ്ഞുങ്ങളെ. പക്ഷേ അവിടെ നടക്കുന്ന ഈ കൊള്ളാന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെയൊക്കെ അവർക്കൊക്കെ ഇതിലൊക്കെ ഇന്ന ടെക്സ്റ്റൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ഒക്കെ കമ്മീഷനും കാര്യം സ്കൂളുകാരെല്ലാം വിദ്യാഭ്യാസമായാലും ആരോഗ്യപരമായി നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും ഹോസ്പിറ്റൽ എല്ലാം
ബിസിനസ് പരമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഒന്നിലും വിശ്വാസം ആയിട്ട് ഒന്നും നടക്കുന്നില്ല, എല്ലാം വിശ്വാസവഞ്ചനയാണ്. മരുന്നായിക്കോട്ടെ എല്ലാം അതിൻ്റെ പിന്നിലും ബിസിനസ്സുകളാണ്. ബിസിനസ് എന്നുള്ള മൈൻഡാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാനിങ്ങനെ പൊന്നൂസിനോടും മോനോടനും പറയുമായിരുന്നു, അത്തായും അമ്മായൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചാണ് പഠിച്ചത്. അതുപോലെ തന്നെ ബാഗ് ഈ വർഷം ഉപയോഗിച്ച ബാഗ് തന്നെ മക്കളെ അടുത്ത വർഷം ഉപയോഗിക്കുന്നത്. കീറിയൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മേടിക്കും. മക്കൾക്ക് ഇത്രയും വലിയ വിലയുള്ള ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്തായും അമ്മായും സ്വപ്നം പോലും കണ്ടിട്ടില്ല കൊച്ചിലെ. അപ്പം ടിഫിൻ ബോക്സ് ആയാലും അങ്ങനൊന്നും ഇല്ല നമുക്ക്. ചിലപ്പോൾ പേപ്പറിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ടിഫിൻ ബോക്സ് വേറെ, നിങ്ങൾക്ക് നല്ല കുപ്പി അത്തായും അമ്മായൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് സ്റ്റീൽ കുപ്പി എല്ലാം അവർക്ക് നല്ല സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ മക്കളോട് പറയാണ്, അത്തായമ്മ ഈ പൈസയുടെ വില അവർക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഇപ്പം 500 രൂപ എത്രയാണെന്ന് പറഞ്ഞാൽ അവർക്ക് 500 എന്നത് അറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്. അമ്മ 500 ഇങ്ങനെ പറയുന്നതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ വില എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ കാശ് സ്വന്തമായി അവർ ചിലവാക്കാൻ പഠിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ വില മനസ്സിലാവും. അപ്പം ഞാൻ പറയണ്ട, മക്കൾക്ക് ഇപ്പം അതിൻ്റെ വില മനസ്സിലാവില്ല, നാളെ ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ എത്ര, 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 200. അപ്പം മക്കൾ ചിലവാക്കുമ്പോൾ മക്കൾക്ക് പഠിക്കും. അപ്പം മക്കൾ ചിന്തിക്കണം, അത്തായ അമ്മായി ദൂരം ചിലവാക്കിയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. അപ്പം മക്കൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നത് സ്കൂളിൽ നല്ല ശ്രദ്ധിച്ച് മാർക്ക് വാങ്ങിച്ച് ആ മാർക്ക് ഷീറ്റ് അത്താടെ അമ്മയുടെയും കൊണ്ട് തരുമ്പം അത്തായ അമ്മായിക്ക് സന്തോഷമാകും. എൻ്റെ മക്കൾ ഇത്രയും എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്താൽ നല്ല പഠിക്കുന്നല്ലോ. അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, മക്കളെ ട്യൂഷൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം, സ്കൂളിൽ ശ്രദ്ധിച്ചിരിക്കണം, നന്നായിട്ട് പഠിക്കണം. പൊന്നൂസ് അമ്മ നല്ല പഠിക്കും, മോനുകൂട്ടരും അപ്പം ഞാനും അണ്ണനും ഇങ്ങനെ പറയാം, അവർക്ക് നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങളുടെ വില അവർക്ക് അറിയത്തില്ല, ഇത്ര ആയി എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അപ്പം അണ്ണൻ പറയാ, കാരണം അവർ മോനുകുട്ടൻ ജനിച്ച് വീണപ്പോഴേ കാറിലാണ്, ജനിച്ച് വീണത് കാറിലാന്നല്ല, ജനിച്ച് വീണപ്പോഴേ അവനെ നമ്മൾ യാത്ര കൊണ്ടുപോകുന്നതൊക്കെ കാറിലാണ്. അവരൊരു ബസ്സിൽ പോയി അവരതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങൾ ആദ്യഘട്ടങ്ങളിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ശനിയാഴ്ചയും ഞായറാഴ്ച അവിടെ നിൽക്കും, വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോകും. അപ്പോൾ അമ്മ നമ്മുടെ അവിടെ നിന്ന് ജീപ്പ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലോട്ട് നടക്കണമെങ്കിൽ ഏകദേശം 1.25 കിലോമീറ്റർ അങ്ങ് അറ്റമുണ്ട്. പുനലൂർ ഉള്ളവർക്കറിയാം, പുനലൂർ ഇങ്ങറ്റമാണ് നമ്മുടെ ജീപ്പ് സ്റ്റാൻഡ്, അങ്ങറ്റമാണ് ബസ് സ്റ്റാൻഡ്. അപ്പം ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ അമ്മ ഓട്ടോ വിളിക്കാമെന്ന് പറയുമ്പോൾ പോലും അമ്മ പറയും, ദാണ്ടെ എത്തി ഇപ്പം എത്തും. അന്നൊരു 10 രൂപ കൊടുത്ത് ഓട്ടോ വിളിക്കുന്ന പോലെ 10 രൂപ പോലും വലുതാണ്. അങ്ങനെയാണ് നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് ബസ്സിലൊക്കെ ഇടികൊണ്ട് കായംകുളത്തുനിന്ന് പുനലൂർ വരെയൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മക്കള് ആ സാഹചര്യത്തിലല്ല വളർന്നത്. അല്ലാഹു അവർക്കെല്ലാം, ഞാൻ അണ്ണൻ പറയാ, നമ്മുടെ മക്കൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അവർക്കെല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇല്ലായ്മയുടെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മക്കളെ, അത്തായ്ക്കും അമ്മായിക്കും അതില്ലായിരുന്നു ഇതില്ലായിരുന്നു. അപ്പം മക്കൾക്ക് ഇതെല്ലാം ഉണ്ട് മക്കൾ. അതുകൊണ്ട് നമ്മളൊരിക്കലും അവരെ അറിയിക്കാതിരിക്കലല്ലോ മക്കൾ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നമ്മളെല്ലാ മാതാപിതാക്കളും നമ്മുടെ മക്കൾക്ക് എല്ലാം നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും, അതുപോലെ ഞാനും അണ്ണനും. എനിക്ക് എന്തൊക്കെയോ ആലോചിച്ചപ്പോൾ ഒരു വിഷമം പോലെ തോന്നി. അത് നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. അത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കല്ലല്ലോ നമ്മൾ ലാവിഷായിട്ടെടുത്ത് ചിലവാക്കുക നല്ലതാണ്. ഞാനിപ്പോൾ എനിക്കൊരു ഡ്രസ്സ് കുറഞ്ഞതെടുത്താലും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്നൂസിന് അതിലും നല്ല ഇച്ചിരി വില കൂടിയതെടുക്കണം, മോനുകുട്ടന് അടിപൊളി എടുക്കണം. അങ്ങനെ ഞാൻ ചിന്തിക്കും. നമ്മളെല്ലാ അമ്മമാരും അത്തമാരും അങ്ങനെയാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ മേടിച്ച സാധനങ്ങൾക്കൊക്കെ ഇത്രയും പൈസ ആയപ്പോൾ ഞാൻ എൻ്റെ അണ്ണനും ഞങ്ങൾ കുഞ്ഞുങ്ങളെ ട്യൂഷൻ വിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ പഴയ കാലങ്ങളെ പറ്റി പറയുവാണ്. പഴയ കാലത്ത് ഇങ്ങനായിരുന്നു അങ്ങനായിരുന്നു. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ നിങ്ങളുടെ അടുത്തും കുറച്ച് സംസാരിക്കണം, പങ്കുവെക്കണമെന്നൊക്കെ തോന്നിയിട്ട് ഞാൻ അതിൻ്റെ ഒപ്പം പറയാൻ വേണ്ടില്ല. അവരോടല്ലേ, നിങ്ങളോടല്ലേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് ഒരു വിഷമവും ഒക്കെ. പിന്നെ മക്കൾക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നല്ലോ എന്നുള്ളത് സന്തോഷം. കാരണം നമുക്ക് ആ കഴിഞ്ഞ കാലത്തിൽ നിന്ന് പഠിച്ചോ നല്ലൊരു കാലം തന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ എന്താ ഒന്നുമില്ല. എന്തായാലും ബാക്ക് ടു സ്കൂൾ വീഡിയോ നമ്മൾ പൊന്നൂസും മോണ്ടനും സ്കൂളിൽ പോകുന്നതിൻ്റെ അന്ന് ഞാൻ വെളുപ്പിനെ എണീക്കണം, അറിയാവോ, ചോറും കറിയൊക്കെ വെക്കാനും പിന്നെ വീഡിയോ എടുക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ വെളുപ്പിനെന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇത്രയും ദിവസം എനിക്ക് ഉറങ്ങായിരുന്നു. പിന്നെ
എന്താണ് പിന്നെ കുറേ പേരൊക്കെ ചോദിച്ചു കുഞ്ഞുങ്ങളെ മദ്രസയെ വിടുന്നില്ലയെന്ന്. അപ്പം മദ്രസയിൽ നമ്മളിപ്പോൾ പള്ളിയിലെ ഉസ്താദ് തന്നെ പറഞ്ഞു പൊന്നൂസിന് മോൻ്റെ ശനിയാഴ്ചയും ഞായറാഴ്ചയും അല്ലാതെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ആ മദ്രസയെ വിട്ടുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് വീട് പണി നടക്കുന്നുണ്ട്. നമ്മുടെ മദ്രസ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ തന്നെയായിരുന്നു വിടുന്നത്. അവിടുന്ന് 4 കിലോമീറ്റർ അണ്ണൻ സ്കൂട്ടിയിൽ കൊണ്ടുവന്നാൽ നമ്മുടെ പള്ളി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഉസ്താദ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടി അത്രയും വിടണ്ട, നിങ്ങൾ വീടൊക്കെ പാലുകാച്ചി മാറുമ്പോൾ സ്ഥിരമായിട്ട് വിട്ടാൽ മതി. ഇപ്പം അവിടെ എവിടെയെങ്കിലും പള്ളിയിൽ ചേർക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹനഫികളാണ്. അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ ഷാഫിയാണ്. അപ്പം ഈ ഖുർആൻ പഠിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഹനഫിക്കാർക്ക് 2ാം ക്ലാസ് മുതൽ തുടങ്ങും. ഷാഫിയിൽ 3, 4 തൊട്ടാണ് തുടങ്ങുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ടല്ലോ, ചില കാര്യങ്ങൾ വ്യത്യാസം. അപ്പം അവിടെ ഷാഫിയിലെ പള്ളിയിൽ കുറച്ച് ദൂരമുള്ളൊരു പള്ളിയുണ്ട്. അവിടുത്തെ ഒരു ഉസ്താദ് ട്യൂഷൻ എടുക്കും വീട്ടിൽ. അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെ ട്യൂഷനായിട്ട് ഈ ഒരു വർഷം പഠിപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ താമസം കയറുമ്പോൾ നമ്മുടെ വലിയ പള്ളിയിലാക്കാനാണ് ഇരിക്കുന്നത്. അപ്പം ഈ ബാക്ക് ടു സ്കൂൾ വീഡിയോയുടെ അന്ന് എനിക്ക് രാവിലെ എണീറ്റ് കുക്ക് ചെയ്യണം. പിന്നെ പൊന്നൂസിനെ മോനോട്ടനെയും ഒരുക്കി നമുക്ക് വീഡിയോ എടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചടപടെ ഇത് വീഡിയോയും ഓണാക്കി ആ പൊസിഷൻ ഈ പൊസിഷൻ. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് വെളുപ്പിന് എണീക്കണമെന്നേ. കാരണം ഞാൻ ഈ ചില വീഡിയോസിലൊക്കെ ഇനി സ്കൂൾ തുറക്കുമ്പം ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കുറേ പേരൊക്കെ ഈ മദ്രസയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. അപ്പം മുത്തുമണീസ് എന്തായാലും ബാക്ക് ടു സ്കൂൾ വീഡിയോ സ്കൂളിൽ പോകുന്നതിൻ്റെ അന്നിടും. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളൊക്കെ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ടാറ്റ മുത്തുമണീസ്, ടാറ്റ ബൈ ബൈ. ഓക്കെ അമ്മ വരുന്നു ടാറ്റ.